ഹായ് ഓൾ വെൽക്കം ബാക്ക്. മഴയത്ത് ഡ്രസ്സ് ഉണക്കിയെടുക്കാറുള്ളത് വലിയൊരു റിസ്ക്കുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന സമയത്ത് യൂണിഫോമൊക്കെ ഉണക്കിയെടുത്തിട്ടില്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും. അഥവാ വാഷിംഗ് മെഷീനിൽ ഇടാൻ നോക്കിയാലും കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ ആകെ പെട്ടെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ രാത്രിയൊക്കെയാണ് നിങ്ങൾ ഉണക്കാനിടുന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ ഇല്ലെങ്കിലും അഴയില്ലെങ്കിലും അല്ലെങ്കിൽ സ്ഥലം അധികം ഇല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 3 ടിപ്സ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, അഥവാ നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ച ഡ്രസ്സ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടോ നിങ്ങൾക്കത് ഉണക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ താൽക്കാലികം ഡ്രസ്സ് അതിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. സ്പിന്നിലിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഫുള്ള് ഹോൾസ് ആയതുകൊണ്ടും അതിൽ വെള്ളം സ്റ്റോർ ചെയ്യാതെ അതിലുള്ള വെള്ളമൊക്കെ പിന്നെ താഴേക്ക് ഉറ്റിപ്പോയി ഡ്രസ്സൊക്കെ ഒന്ന് ഡ്രൈ ആയി വരും. എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ ഉറ്റി വരുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഡ്രൈ ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടും. അത് നേരെ അയലിലോട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് ഉണങ്ങി. കാരണം കറണ്ടില്ല, ഉണക്കാൻ സ്ഥലമില്ല എന്നുള്ള കരുതി നിങ്ങളാരും പിന്നെ ബക്കറ്റിൽ തന്നെ ഹോൾഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം ബക്കറ്റിൽ താഴെ ഭാഗത്ത് വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലുള്ള വെള്ളമെങ്കിലും പോയി കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഉണക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാൽക്കണിയിലൊക്കെ ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും പിടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തോരാനിടാം. അത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ പിന്നെ ഉറ്റിപ്പോയി അതുകൊണ്ട് ഡ്രൈ ആയിട്ട് കിട്ടും ആ ക്ലോത്ത്. അത് പിന്നെ വേഗം ഉണക്കിയെടുക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാത്റൂമിൽ ഇതുപോലുള്ള ഒരു ഹുക്ക് പിടിപ്പിക്കുക. ബാത്റൂമിൽ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ആണെങ്കിൽ മഴ കൊള്ളാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് ഇതുപോലെ ഹുക്ക് പിടിച്ചതിന് ശേഷം ആ ഹുക്കിൽ ഡ്രസ്സ് ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഉറ്റിപ്പോയി ആ ഡ്രസ്സ് ഇങ്ങനെ ഡ്രൈ ആയി കിട്ടുന്നതായിരിക്കും. ആ ഡ്രൈ ആയ ഡ്രസ്സ് നമുക്ക് ഉണക്കാനും വേണ്ടി വേറെ ടിപ്സ് ഉണ്ട്. മഴക്കാലത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഓപ്പൺ ടെറസിലൊക്കെ ആയിരിക്കും ഈ ഒരു ഡ്രസ്സ് അലക്കിയിടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അയയായിരിക്കും സ്റ്റാൻഡ് നമ്മൾ ഓൺലൈനായിട്ടോ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതായിരിക്കും. അപ്പോൾ 2 സ്റ്റാൻഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ട്, ഒന്ന് ഇതുപോലത്തുള്ള സ്റ്റാൻഡ് ഉണ്ട്. അതിൽ ഏറ്റവും ഹെൽപ്പിംഗ് ആയി തോന്നി ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. കാരണം ഇതിൽ ഓവർ ഡ്രസ്സ് കൊള്ളുന്നു മാത്രമല്ല എനിക്കത് അത്ര കംഫർട്ടായി ഫീൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് നമ്മൾ അലക്കിടുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ നിൽക്കുക എന്നല്ലാണ്ട് അതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ സാധ്യതയില്ല. അലമാരയിലേക്ക് ഒന്ന് മടക്കി വെക്കാനും പറ്റില്ല. കാരണം സ്മെല്ല് വല്ലാണ്ട് വരാനും സാധ്യതയുണ്ട്. കാരണം അതിൽ നനവും അതിൻ്റെ ഒരു പൂലും ഇങ്ങനെ സ്റ്റേ ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും മഴയാണ്, അന്തരീക്ഷം മൊത്തത്തിൽ ഒരു തണുപ്പായിരിക്കും. അപ്പോൾ അത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മളെ വീട്ടിൽ ആകെ ചൂടുള്ള പ്രതലം എന്ന് പറഞ്ഞാൽ താഴെ ആയിരിക്കും ഫ്ലോറിങ്. അതും മാർബോണൈറ്റ് അല്ലെങ്കിൽ ടൈൽസൊക്കെ ആണെങ്കിൽ നല്ല പോലെ ചൂടുണ്ടാവും. മാർബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കൂളിംഗ് കൂടുതലാണ്. അതിലും കൂടുതൽ മാർബോണൈറ്റ് തന്നെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് താഴെ ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ അഴ കെട്ടി കൊടുക്കാം. നമുക്ക് മാക്സിമം ജനാലിലൊക്കെ കൊള്ളിച്ചിട്ട് നമുക്ക് അഴ കെട്ടാം. എന്നിട്ട് മാക്സിമം ഡ്രസ്സ് ആ ഒരു അയലിട്ടിട്ട് ഫാൻ ഇട്ടിട്ട് രാത്രി ഉണക്കാം. ഇത് ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു സമയത്ത് ഫാനിട്ട് രാത്രി ഉണക്കുക അല്ലാതെ പെട്ടെന്ന് ഉണങ്ങാൻ ഭയങ്കര പാടാണ്. ഇനി അഥവാ വെയിലുള്ള സമയത്ത് നമ്മൾ ഈ ഡ്രസ്സൊക്കെ പിന്നെ നമ്മൾ വെയിലത്തിടുന്ന സമയത്ത് പെട്ടെന്നുള്ള മഴ പെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു മഴയത്ത് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ മഴ കൊണ്ട് മൊത്തം നനയുമല്ലോ. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ടിപ്സും കൂടിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. വീട്ടിൽ ഇതുപോലത്തെ ഒരു ഫാൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ഒരു വോൾ ഫാൻ, ഇതിൻ്റെ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് വെക്കുന്നതാണെങ്കിലും അത് വെക്കുമ്പോൾ ശരിക്കും വേണ്ട കാറ്റ് കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, അത് നേരെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇതുപോലത്തെ ഒരു കയറെടുക്കാം. അത് അധികം വണ്ണൊന്നും വേണ്ട, കാരണം ഈ ഒരു പിന്നെ ഇടയിലൂടെ കൊള്ളുന്നതായിരിക്കണം. അപ്പോൾ ഇതിനെ 4 ഭാഗത്തിലൂടെ കണ്ട് കോർത്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഹോൾഡ് ഉണ്ടാക്കണം. കയറെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഉറപ്പുള്ള കയർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ നനഞ്ഞ ക്ലോത്ത് ഇതിൽ പിന്നെ അയലിടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടുതലുണ്ടാവും. പൊട്ടുന്ന തരം ആവാണ്ടിരിക്കുക. ഇത് അത്യാവശ്യം നല്ല ഉറപ്പുള്ളൊരു ചരട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാലൻസ് ആയിട്ട് കുറച്ച് കയറും കൂടി ഞങ്ങൾ എക്സ്ട്രാ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് നമുക്കൊരു ഹുക്ക് പിടിപ്പിക്കാം. നിങ്ങൾക്ക് കംഫർട്ട് ഏതാ വെച്ചാൽ ഏത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നമ്മുടെ പുറത്തുള്ള അയലോട്ട് ഇത് നമുക്ക് കെട്ടി വെക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ ജനാലിൻ്റെ ഒക്കെ അടുത്ത് നമുക്കിതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. ജനാലിൻ്റെ ഉള്ളിലൂടെ വരുന്ന കാറ്റ് പെട്ടെന്ന് ഡ്രസ്സ് ഉണക്കി കിട്ടും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മളിതിൽ വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ താഴേക്ക് വെള്ളമാവാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡ്രസ്സാണ് പെട്ടെന്ന് ഉണങ്ങാൻ ഭയങ്കര പാടാണ്. കാരണം കട്ടിയുള്ള ഡ്രസ്സായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഉണങ്ങി കിട്ടാൻ നമുക്ക് ഇതുപോലുള്ള സ്ഥലമായാൽ പെട്ടെന്ന് ഉണക്കിയെടുക്കാം. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒന്ന് എടുക്കുന്ന സമയമാകുമ്പോഴത്തേനും മഴ കൊണ്ട് എല്ലാം നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കയറോ അല്ലെങ്കിൽ ഹുക്കോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ വരുന്നത് കണ്ടാൽ പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു മഴയത്ത് എല്ലാവർക്കും ഹെൽപ്പിംഗ് ആവുന്ന കുറച്ച് ടിപ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഉടൻ തന്നെ എത്താം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.